നമസ്കാരം. ചന്ദ്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായ ദിവസമാണ്. മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ തൃതീയ തിഥി എന്ന പ്രത്യേകതയും ഉണ്ട്. ബ്രഹ്മയോഗം, ത്രിപുഷ്കര യോഗം തുടങ്ങിയ ശുഭയോഗങ്ങൾ കൊണ്ട് ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കുചേരൻ പോലും കുബേരനായി മാറുന്ന സമയം. അതിനാൽ ഈ സമയം തീർച്ചയായും ഈ രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ദിവസമാണ് ഇന്ന്. അഥവാ ഇന്ന് മുതൽ ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. പലവിധ ലക്ഷ്യങ്ങൾ ഏവർക്കും ഉണ്ടാകാം. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സഹായകരമായ ദിവസം എന്ന പ്രത്യേകതയുണ്ട്. ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. നിക്ഷേപ കാര്യങ്ങളിൽ പോലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിക്ഷേപങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അവിവാഹിതരായ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വരുമാനം എപ്രകാരം വർദ്ധിപ്പിക്കാം? വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്ന സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഉദ്ദിഷ്ടകാര്യസിദ്ധിയും കാര്യവിജയങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. ഭാഗ്യം കടാക്ഷിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ വിജയങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് നാളെ പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതിലൂടെ ഇരട്ടി സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ദിവസമാണ് ഇന്ന്. അല്ലെങ്കിൽ ഇന്ന് മുതൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാവിയിൽ ഗുണകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത് ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അനുകൂലമായി തീരാം. വ്യക്തി ജീവിതത്തിൽ അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായി ഭവിക്കും. ഉദ്യോഗ ജീവിതത്തിലും സന്തോഷവും സംതൃപ്തിയും വന്ന് ചേരാവുന്ന സമയം എന്ന പ്രത്യേകതയുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എളുപ്പത്തിൽ തന്നെ ജോലികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ പലവിധ തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം തർക്കങ്ങൾ പരിഹരിച്ച് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ സഹായങ്ങൾ, അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. തർക്കങ്ങൾ പരിഹരിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും.
കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ നൽകുവാൻ സാധിക്കുന്നതായ സമയം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ മേന്മ വർദ്ധിപ്പിക്കുന്നതായ കാര്യമാകുന്നു. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുക തന്നെ ചെയ്യും. വൃശ്ചികം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുഭദായകമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതം കൂടുതൽ ആകർഷകമായി തീരാം. ഏറെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ധാർമ്മികമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാകുന്നു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ആശയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനലാഭം ഇതുമൂലം വന്ന് ചേരാവുന്നതുമാണ്. കരിയറുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ തന്നെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പരിശ്രമിക്കുകയാണ് എങ്കിൽ ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാകുന്നു. ദാമ്പത്യ ജീവിതവും പ്രണയവും കൂടുതൽ സുന്ദരമായി തീരുന്ന സമയമാകുന്നു. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അപ്രതീക്ഷിതമായി ധാരാളം പണം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ചെലവുകളും അധിക ബാധ്യതകളും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സഹായകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പണം കടം കൊടുത്തവരാണ് എങ്കിൽ അത് തിരികെ ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കർമ്മരംഗത്ത് മികച്ചതായ പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ചെലവുകൾ അല്പം കുറയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അധികമായി കയ്യിൽ വരുന്നതായ സമ്പത്ത് അത് നീക്കി വയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലി സ്ഥലത്ത് പല കാര്യങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആവശ്യങ്ങൾക്കുള്ള ധനം പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നിറവേറ്റുവാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഈ സമയം പ്രധാനമായും ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ ഏവരും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക.